ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. എല്ലാവരും എത്തിയോ? ഹലോ, ഹായ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ആ, പേര് കാണുന്നുണ്ട്. ഓക്കെ, ശ്വേത, ശ്രീലക്ഷ്മി, ശ്രുതി, ശ്രീഷ്മ, നീതു, റംസി, ഗായത്രി, മുർഷിദ, ദിവ്യ, നീതുഷ, ഓക്കെ, നീനു, സുരമ്യ, ശ്വേത, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരെയും കാണുന്നുണ്ട്. ഓക്കെ, അശ്വിനി, ഓക്കെ ഓക്കെ ഓക്കെ, ദീപ, സുചിത്ര, ഓക്കെ, ഹലോ, ഹായ്, ദിൽന, നവ്യ, ഓക്കെ, എല്ലാവരെയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വയസ്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിച്ചു തീർത്തു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. എന്താണ്? ക്ലോക്ക് ആണ്. ക്ലോക്ക് അല്ലെ, നമ്മൾ ഏതൊരു പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാലും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ സാധിക്കും എന്ത്, പിന്നെ ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും ഉണ്ടാവും അല്ലെ. ചോദിക്കാത്ത ക്ലോക്ക് ചോദിക്കാത്ത അപൂർവം ചില ചോദ്യപേപ്പറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പരീക്ഷയ്ക്കും ക്ലോക്ക് നിർബന്ധമായും ചോദിക്കും എന്നൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എല്ലാവരെയും പേരൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോക്കിനെ വളരെ വിശദമായിട്ട് ഒരുപാട് ഷോർട്ട് ട്രിക്കിൽ കൂടെ നമ്മൾ ക്ലോക്കിന് പലപ്പോഴും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പലരും മാറ്റി വെക്കാറുണ്ട്. ഇനി അതൊന്നും ആവശ്യമില്ല. നമ്മൾ കൃത്യമായി നല്ല ഷോർട്ട് ട്രിക്കിൽ കൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, നമ്മൾ കോൺസെപ്റ്റ് ആദ്യം പഠിക്കും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് ആയിട്ട് ഒരുപാട് ഒരു 10-15ഓളം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഈ പിന്നെ സ്ലൈഡിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി ചെയ്തു വെക്കുക, നല്ല എക്സ്പേർട്ടുകളാവുക. ഓക്കെ, ക്ലോക്കിൽ നല്ലൊരു അഭിരുചി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ് കൊണ്ട്. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും എത്തിയല്ലോ? ഓക്കെ ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, ലൈവിലാണല്ലോ അല്ലേ നീതു? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലും പിന്നെ ലൈവ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ആയിക്കോളല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലോക്കുമായി ബന്ധപ്പെട്ട പാർട്ട് 1 ആണ്. ക്ലോക്കിലെ സമയവും പ്രതിബിംബവും എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം ക്ലോക്കിലെ സമയവും കോണളവും എന്നൊരു ഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കും. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ നോക്കിയേ, ക്ലോക്ക് എല്ലാവർക്കും സമയമൊക്കെ നോക്കാൻ അറിയാലോ. എല്ലാവർക്കും സമയമൊക്കെ നോക്കാൻ അറിയാം അല്ലെ. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഏത് നേരവും നമ്മൾ ക്ലോക്കിലേക്കാണ് നോക്കുന്നത് അല്ലെ, വാച്ചിലേക്കാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൃത്യമായി സമയം നോക്കാൻ അറിയാം. ക്ലോക്കിൽ ആരൊക്കെയുണ്ട്, വാച്ചിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കും, എല്ലാവർക്കും അറിയാം. ഓക്കെ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സമയം നോക്കുന്നൊക്കെ പഠിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവരൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഈ ക്ലോക്കിലേക്കാണല്ലോ കടക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പെട്ടെന്ന് വരാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് പറയുകയാണ്. നമ്മുടെ ക്ലോക്ക് ഒരു പൂർണ്ണ വൃത്താകൃതിയിലാണ് അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂർണ്ണ വൃത്താകൃതിയിലാണ് അല്ലെ. എന്താ ഈ പൂർണ്ണ വൃത്താകൃതി എന്ന് പറഞ്ഞാൽ? അതിന്റെ കോണളവ് എത്രയാണ്? അതെന്ന് പറയുന്നത് 360 ഡിഗ്രി കോണളവാണ് അല്ലെ. 360 ഡിഗ്രി. ഇവിടെ നോക്കിയേ, 12ൽ നിന്ന് തുടങ്ങി ഈ തിരിച്ചിവിടെ ഇങ്ങനെ 12ലേക്ക് എത്തുമ്പോഴേക്കും എത്രയായി? 360 ഡിഗ്രി കോണളവ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി ഈ ഒരു ക്ലോക്കിൽ നിങ്ങൾ നോക്കിയേ, 3 സൂചികളുണ്ട് അല്ലെ. നോക്കൂ, മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്. ഈ സെക്കൻഡ് സൂചി അധികം ഒന്നും നമ്മുടെ എക്സാമിന് ചോദിച്ച് കാണാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് സെക്കൻഡ് സൂചിക്ക് വളരെ കുറഞ്ഞ പ്രാധാന്യം കൊടുത്താൽ മതിയാവും. ഓക്കെ, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ നമ്മുടെ എക്സാമിന് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ആ 2 സൂചികളെ പറ്റിയാണ് നമ്മൾ വിശദമായി പഠിക്കുന്നതെങ്കിലും സെക്കൻഡ് സൂചി ഒന്ന് പരിചയപ്പെട്ടു പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഓരോ സൂചികളുടെയും പ്രത്യേകതകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന സ്ലൈഡിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അല്ല നമ്മൾ ആദ്യം ചെയ്യുന്നത്, എങ്കിലും ഞാൻ ഇവിടെ കൊടുത്തത് നമ്മൾ ഓരോ സൂചികളെ പറ്റിയും പറയുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഈ പൂർണ്ണ വൃത്താകൃതിയുള്ള ഈ ഒരു ക്ലോക്കിൽ നിങ്ങൾ നോക്കിക്കേ, 12 ഭാഗങ്ങളായിട്ട് ഈ ഒരു പൂർണ്ണ വൃത്താകൃതിയുള്ള 360 ഡിഗ്രി ഈ ഒരു പൂർണ്ണവൃത്തത്തെ നമ്മൾ 12 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ, 12 ഭാഗങ്ങളല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 360 ഡിഗ്രി കോണിനെ
12 ഭാഗങ്ങളാക്കി ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? അതായത് ഈ ഓരോ കോണും എത്രയാണ്? 30 ഡിഗ്രി വീതം ആണ്. 30 ഡിഗ്രി വീതം ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ഓരോ 12 ഭാഗങ്ങളും 30 ഡിഗ്രി വീതം ആണ്. ഈ ഓരോ 30 ഡിഗ്രി വീതമുള്ള ഓരോ ഭാഗങ്ങളും വീണ്ടും 5 ആക്കി ഭാഗിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, 5 ആക്കി ഭാഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ചെറിയ പാർട്ടും എത്രയുണ്ടാവും? 30/5 എത്രയാണ്? 6 ഡിഗ്രി വീതമുള്ള ഓരോ ചെറിയ പാർട്ടും ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? ഓരോ ഭാഗവും 30 ഡിഗ്രി വീതമാണ്. മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. ഈ ഓരോ ചെറിയ ഭാഗവും 30 ഡിഗ്രിയെ വീണ്ടും 5 ആക്കി ഭാഗിച്ചുകൊണ്ട് 6 ഡിഗ്രി വീതമുള്ള ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ മിനിറ്റ് സൂചിയുടെയും മണിക്കൂർ സൂചിയുടെയും ഒക്കെ ഓരോ ഡിഗ്രി കോണളവ് എത്രത്തോളം ആണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ, നിങ്ങൾ നോക്കിയേ 12ൽ നിൽക്കുന്ന ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കഴിയുമ്പോൾ എവിടെ എത്തും? ഈ തൊട്ടടുത്ത പോയിന്റിലേക്ക് എത്തും അല്ലെ? അതായത് 6 ഡിഗ്രി കോണളവാണ് ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി പിന്നെ എന്താണ് മിനിറ്റ് സൂചി ഒരു മണിക്കൂർ പൂർത്തിയാകുന്ന എന്താണ്? ഈ 12ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി ഇവിടെ വീണ്ടും 12ലേക്ക് എത്തുന്നു. അതിനല്ലേ നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതായത് ഒരു മണിക്കൂർ സമയം കൊണ്ട് മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന എത്രയാണ്? 360 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി മണിക്കൂർ സൂചിയുടെ കാര്യം നോക്കൂ. മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ ഈ 3 മണിയാണല്ലോ ഇപ്പം, ഇനി 4 മണിയാകുമ്പോൾ എന്താവും? ഈ മണിക്കൂർ സൂചി നേരെ 4ന്റെ അടുത്തേക്ക് വരും. അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടുന്ന് 3ൽ നിന്ന് തുടങ്ങി കറക്റ്റ് 4ലേക്ക് ഓരോ ഭാഗവും 30 ഡിഗ്രി എന്നല്ലേ പറഞ്ഞത്. അതായത് ഒരു മണിക്കൂറിൽ മണിക്കൂർ സൂചി 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത് അല്ലെ? 30 ഡിഗ്രി കോണളവിനാണ് സഞ്ചരിക്കുന്നത്. ഈ ഒരു കോണളവിന് സഞ്ചരിക്കുന്നതിന് നമ്മൾ കോണീയ സ്ഥാനാന്തരം അല്ലെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അത് എക്സാമിനൊന്നും ചോദിക്കില്ല. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഇത്രയും ഒരു ഡിഗ്രി കോണളവിന് നമ്മൾ എന്ത് കോണീയ സ്ഥാനാന്തരം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ 3 മണി കറക്റ്റ് 3ന്റെ നേരെയാണ് മണിക്കൂർ സൂചി ഉള്ളത്. എന്നാൽ ഒരു 3:30 ആകുമ്പോഴേക്കും നിങ്ങൾ കാണുന്നില്ലേ, 3ൽ നിന്നൊക്കെ മണിക്കൂർ സൂചി കുറച്ചൊന്നും താഴേക്ക് മാറിയിട്ടുണ്ടാവും അല്ലെ? അതായത് ഓരോ മിനിറ്റിലും മണിക്കൂർ സൂചി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ മിനിറ്റിലും എത്ര ഡിഗ്രി വീതമാണ് മണിക്കൂർ സൂചി മാറുന്നത്? ഓരോ മിനിറ്റിലും അര ഡിഗ്രി വീതമാണ് മണിക്കൂർ സൂചി മാറുന്നത്. മനസ്സിലായോ? ഓക്കെ, സെക്കൻഡ് സൂചിയുടെ കാര്യം പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത പോയിന്റിലേക്ക് മാറുന്നതാണ്. അതായത് 6 ഡിഗ്രിയാണ് ഒരു സെക്കൻഡിൽ സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നത്. ഒരു മിനിറ്റിലാവുമ്പോഴോ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് സൂചി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. അതായത് സെക്കൻഡ് സൂചി ഒരു മിനിറ്റിൽ 360 ഡിഗ്രി സഞ്ചരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. നമുക്ക് അറിയുന്ന കാര്യമാണ്, കുഴപ്പമില്ല. ഇതൊന്നും എക്സാമിന് ചോദിക്കുന്നത് മിനിറ്റ് സൂചിയുടെ കാര്യമോ മണിക്കൂർ സൂചിയുടെ കാര്യമാണ്. വ്യക്തമായിട്ടില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, സ്പീഡ് കുറച്ച് പറയാം. ഓക്കെ, ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് നമ്മൾ വീണ്ടും ഒന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾ ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഓക്കെ, സ്പീഡ് കുറച്ച് പറയാം. ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? മനസ്സിലായോ? ഓക്കെയാണ്. ഓക്കെ, അങ്ങനെ നമ്മള് ക്ലോക്കുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, എന്താണ്? കണ്ണാടിയിലെ പ്രതിബിംബം. നമ്മുടെ എല്ലാ എക്സാമിനും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്? കണ്ണാടിയിലെ പ്രതിബിംബം. അതെന്താ ഈ കണ്ണാടിയിലെ പ്രതിബിംബം? ഒന്നുമില്ല, നിങ്ങൾ നോക്കിയേ, നമ്മുടെ വീട്ടിലെ ചുമരില് എന്തുണ്ട്? ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ക്ലോക്കിന്റെ നേരെ ഒരു കണ്ണാടി വെച്ചു. ഉറപ്പായിട്ടും ഈ ക്ലോക്കിന്റെ പ്രതിബിംബം നമ്മുടെ കണ്ണാടിയിൽ പതിയല്ലോ. ക്ലോക്കിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ ഉണ്ടാവില്ലേ? ഓക്കെ, നമ്മുടെ ക്ലോക്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു സമയമുണ്ട്. ആ സമയം കണ്ണാടിയിൽ കാണുമ്പോൾ വേറൊരു സമയമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ള സമയം ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ആ ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയാണ് എന്ന രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ,
മനസ്സിലായോ? ഒന്നുമില്ല, നമ്മുടെ ചുമരിൽ വെച്ച് ക്ലോക്ക് ഉണ്ട്, അതിന്റെ നേരെ മുന്നിൽ ഒരു കണ്ണാടി വെച്ചു, ഉറപ്പായിട്ടും ആ ക്ലോക്കിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ പതിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതിന്റെ ആ ഒരു പ്രതിബിംബം ഉണ്ടാവുമല്ലോ കണ്ണാടിയിൽ. അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ആ ക്ലോക്കിലെ സമയം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. തിരിച്ചും ചോദിക്കാം, പ്രതിബിംബത്തിലെ സമയം ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ ശരിയായ സമയം എത്ര എന്നും ചോദിക്കാം. ഇത് രണ്ട് ചോദിച്ചാലും എന്താണ്, ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ശരിയായ സമയം അല്ലെ, നമ്മുടെ ക്ലോക്കിലെ ശരിയായ സമയം, റിയൽ ആയിട്ടുള്ള സമയം എത്രയാണ് അത് 11 മണിയോ 11 മണിയിൽ കുറവോ ആണെങ്കിൽ, എങ്ങനെ, നമ്മുടെ ശരിയായ സമയം, ക്ലോക്കിലെ ശരിയായ സമയം 11 മണിയോ 11 മണിയിൽ കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്ന് കുറയ്ക്കണം. മനസ്സിലായോ? തന്നിരിക്കുന്ന സമയം 11 മണിയോ 11 മണിയിൽ കുറവോ ആണെങ്കിൽ നമുക്ക് ആ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്ന് കുറയ്ക്കണം. അതെന്താ ഈ 11:60? 11:60 എന്ന് പറയുന്ന ഒരു സമയത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് 12 മണിയാണ് അല്ലേ? 12 മണിയാണ്. നിങ്ങൾ നോക്കിയേ, 11 മണിക്കൂറും പിന്നെ ഒരു 60 മിനിറ്റും കൂടി ചേർന്നല്ലേ 12 മണി. അതാണ് ഇവിടെ ഈ 12 മണിയാണ് നമ്മൾ 11:60 എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്നാ പിന്നെ 12 മണി എന്ന് എഴുതിക്കൂടെ അല്ലേ? 11:60 എന്ന് എഴുതണോ? വേണം. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ 0-ൽ നിന്നൊക്കെ കുറയ്ക്കുമ്പോൾ, നമ്മൾ കുറയ്ക്കാനല്ലേ പറഞ്ഞത്, ആ 0-ൽ നിന്നൊക്കെ കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് വരും. എങ്ങനെ കുറയ്ക്കുന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചു പോകും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? 11:60 എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, ഇവിടെ ഉത്തരം വന്നു തുടങ്ങി, നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഈ കാര്യം മനസ്സിലായല്ലോ. സമയം 11 മണിയോ 11 മണിയിൽ കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിയേ. ക്ലോക്കിലെ സമയം 9:10 ആണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ്? ക്ലോക്കിലെ സമയം 9:10 ആണ്. 9:10 നമുക്ക് ഇങ്ങനെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ എന്താ ആദ്യം നോക്കേണ്ടത്? നമ്മുടെ കണ്ടീഷൻ നോക്കണം. എന്താണ്? സമയം 11 മണിയോ 11 മണിയിൽ കുറവോ ആണോ എന്ന് നോക്കുക. 9:10 11 മണി കുറവല്ലേ? 9:10 11 മണി കുറവല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് എന്ത് കുറയ്ക്കണം? 9:10 കുറയ്ക്കണം. കുറച്ചു. എത്ര കിട്ടി? 60 നിന്ന് 10 പോകുമ്പോൾ എത്രയാണ്? 50 കിട്ടി. 11 നിന്ന് 9 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. 2:50 ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ക്ലിയർ ആണോ? ഓക്കെ, ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആർക്കെങ്കിലും കിട്ടാത്തതായിട്ടോ മനസ്സിലാവാത്തതായിട്ടോ ആരെങ്കിലും ഉണ്ടോ? കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, എല്ലാവർക്കും കിട്ടി. ഓക്കെ, കിട്ടി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. സമയം 11 മണിയാണോ 11 മണിയിൽ കുറവാണോ നോക്കുക. നിങ്ങൾ ഇവിടെ നോക്കിയേ, 11 മണിയോ 11 മണിയിൽ കുറവോ എന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ? 11:01 ആയി കഴിഞ്ഞാൽ അത് 11 മണിയിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ 11:60 കുറയ്ക്കാൻ നിൽക്കരുത്. അതിനുള്ള കാര്യം നമ്മൾ പിന്നീട് പറയും. ഓക്കെ, മനസ്സിലായല്ലോ. 11 മണിയോ 11 മണിയിൽ കുറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, 11:01 പോലും 11 മണിയിൽ കൂടുതലാണ്. അപ്പോൾ അത് ഈ ഒരു രീതി വെച്ച് ചെയ്യരുത്. മനസ്സിലായല്ലോ. 11 മണിയോ 11 മണിയിൽ കുറവോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ 11:60 നിന്ന് കുറയ്ക്കേണ്ടതുള്ളൂ, പ്രതിബിംബം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻസ് വേഗം ചെയ്തേ. എളുപ്പമല്ലേ? വേഗം ചെയ്യൂ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടേ പറയണേ, നമുക്ക് ക്ലിയർ ആക്കി മുന്നോട്ട് പോകണം. AM ന്റെയും PM ന്റെയും കാര്യം എന്താണെന്ന് വെച്ചാല്, അർച്ചന നോക്കൂ, 11 മണി എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, നമ്മുടെ ഈ വാല്യൂ ഉണ്ടല്ലോ, ഓക്കെ, അത് 11 ആണെങ്കിൽ എന്താണ്? AM ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? 11 മണി 12 മണി വരെ നമ്മൾ എന്താ പറയുന്നത്? AM എന്ന രീതിയിലാണ് പറയുന്നത് അല്ലേ? ഓക്കെ,
11:59 വരെ നമ്മൾ എന്താ പറയുന്നത് AM എന്ന രീതിയിലാണ് അല്ലെ. നിങ്ങൾ ഇവിടെ AM PM ഒന്നും നോക്കണ്ട. എന്താണ് 11 മണിയാണോ അല്ലെങ്കിൽ 11 മണിയിൽ കുറവാണോ എന്ന് നോക്കുക. ആദ്യത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ നോക്കൂ 11:01 വന്നു. 11:01 AM ആണ്. പക്ഷെ നമ്മളിവിടെ AM-ന്റെ കാര്യമല്ല നോക്കേണ്ടത്. 11 മണിയോ 11 മണിയിൽ കുറവോ ആണോ എന്ന് നോക്കാം. ഇവിടെ എന്താണ് 11 മണിയിൽ കൂടുതലാണ്. അപ്പൊ അതെന്ത് ചെയ്യണം നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പൊ 11 മണിയിൽ കുറവുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി PM എന്ന് പറയുന്നത് എന്താണ്? ഉച്ചയ്ക്ക് ശേഷം വരുന്നതാണല്ലോ. അതായത് 12 മണിക്ക് ശേഷം വരുന്ന സമയങ്ങളാണല്ലേ നമ്മൾ പറയുന്നത് അല്ലെ. അതിന്റെ കാര്യം നമ്മൾ അടുത്ത ഒരു കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം അത് പറഞ്ഞുതരാം. ഇത് കിട്ടിയ ഉത്തരം നോക്കാം നമുക്ക്. എന്താണ് ക്ലോക്കിലെ സമയം 10:10 ആണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര? നമ്മൾ കിട്ടിയ പാട് നോക്കുക. എന്താണ് സമയം എത്രയാണ്? 10:10 ആണ്. 10:10 ആണ്. 10:10 എത്രയാണ്? 11 മണിയിൽ കുറവല്ലേ? 11 മണിയിൽ കുറവല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 11:60 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. ഓക്കെ, 60 നിന്ന് 10 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. 11 നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. 1:50 ആണ് ആദ്യത്തെ ഉത്തരം. കിട്ടിയോ? ഓക്കെ, ആദ്യത്തെ ഉത്തരം കിട്ടിയോ? ഓക്കെ, കിട്ടിയല്ലോ. കിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ ഉത്തരം നോക്കാം. ക്ലോക്കിന്റെ സമയം 3:25 ആണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര? 3:25 ആണല്ലേ. 3:25 അത് 11 മണിയിൽ കുറവല്ലേ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 11:60 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. 3:25 എത്ര കിട്ടി? 35 ഇവിടെ വന്നു. 8:35 കിട്ടിയോ? 8:35 കിട്ടിയോ? ഓക്കെ, അതും കിട്ടി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കിട്ടാത്ത ആരെങ്കിലും ഇപ്പോഴുണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കിട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്താ പഠിച്ചത്? 11 മണിയോ 11 മണിയിൽ കുറവോ ഉള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത കേസാണ് എന്ത്? 11 മണിയിൽ കൂടുതൽ വരുമ്പോൾ, 11 മണിയിൽ കൂടുതലാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നോക്കുന്നത്. 11 മണിയിൽ കൂടുതലാണ് സമയമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 നിന്ന് കുറയ്ക്കണം. 23:60 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ നമ്മൾ കുറയ്ക്കണം. ഓക്കെ, എന്താ 23:60? 23:60 ഒന്നുമില്ല. എന്താണ്? 24 മണി എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി ആണ്. ഓക്കെ, നമുക്ക് നേരത്തെ 0-ന്റെ കാര്യം പറഞ്ഞല്ലോ. 0 നിന്ന് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ഒക്കെ വരും. ആ ഒരു വിഷയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് 23:60 എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. 23 മണിക്കൂറും 60 മിനിറ്റും കൂടി ചേർന്നല്ലേ 24 മണി അല്ലേ. അതേ 24 മണിയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? 23:60 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കൂ. ക്ലോക്കിലെ സമയം, ഈ ഒരു ചോദ്യം നോക്കൂ. ക്ലോക്കിലെ സമയം 12:15 ആണെങ്കിൽ 12:15 ആണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12:15 സമയം കണ്ടല്ലോ. 12:15 11 മണിയിൽ കൂടുതലല്ലേ? കുറവൊന്നുമല്ലല്ലോ, കൂടുതലല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? 23:60 നിന്ന് എത്ര കുറയ്ക്കണം? 12:15 അങ്ങ് കുറയ്ക്കുക. ഓക്കെ, വേഗം ഉത്തരം കമന്റ് ചെയ്യൂ. ഓക്കെ, ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. എത്രയാണ്? 60 നിന്ന് 15 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടി? 45 കിട്ടി. 3 2 പോയ 1, 2 1 പോയാൽ 1, 11:45 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒരു സംശയം ചോദിച്ചിരുന്നത്. എന്താണ്? AM-ഉം PM-ഉം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരുപക്ഷെ നിങ്ങൾ നോക്കൂ, 12:15 എന്ന് പറയുന്ന AM-ഉം ഉണ്ട് PM-ഉം ഉണ്ട് അല്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 12:15 AM ആണെങ്കിൽ ഞാൻ നേരത്തെ 11 മണി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ച് എന്താണ് AM-ത്തെ 11 മണി എന്ന രീതിയിലാണ് അല്ലെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, പ്രതിബിംബത്തിലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ AM-ന്റെയും PM-ന്റെയും കാര്യം നിങ്ങൾ ആലോചിക്കുകയേ ചെയ്യണ്ട. AM-ഓ PM-ഓ നിങ്ങൾ ആലോചിക്കുകയേ ചെയ്യണ്ട. ഓക്കെ, എന്ത് ചെയ്താൽ മതി?
11 മണിയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ മതി. എന്താണ് 11 മണിയിൽ കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ 11 മണിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇവിടെ 12:15 ആണ്, 12:15 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് 11 മണിയില് കൂടുതലാണ്, 11 മണിയില് കൂടുതലാണ്. ഓക്കെ, 11 മണിയിൽ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 23:60 നിന്ന് കുറയ്ക്കണം. ഓക്കെ, 23:60 നിന്ന് കുറയ്ക്കണം. നേരത്തെ നമ്മൾ 10:10ന്റെ കാര്യം ചെയ്തു. എന്താണ് 11 മണിയിൽ കുറവാണ്, അപ്പൊ എന്ത് ചെയ്യണം? 11:60 നിന്ന് കുറയ്ക്കണം. ഇങ്ങനത്തെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ AM PM പറ്റി ആലോചിക്കുകയേ വേണ്ട. ഓക്കെ, ഈ ഒരു വാല്യൂ മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻസ് വേഗം ചെയ്തേ, വേഗം ചെയ്യൂ. കിട്ടിയോ? നമുക്ക് നോക്കാം. എന്താണ് ക്ലോക്കിലെ സമയം 15:45 ആണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, എത്രയാണ്? 15:45 നമുക്ക് തന്നിരിക്കുന്ന സമയം. നോക്കൂ, 15:45 എന്ന് കാണുമ്പോൾ നമുക്ക് പലർക്കും സംശയം തോന്നും. ഇതിനെ എങ്ങനെ എഴുതാം? 3:45 എന്ന് എഴുതാലോ. ഓക്കെ, 3:45 എന്നാണോ നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്? ആണോ? അല്ല, 15:45 ആണ്. നിങ്ങൾ ഇവിടുത്തെ വാല്യൂ നോക്കൂ, 15 ആണ്. അത് 11 മണിയിൽ കൂടുതലായിട്ടല്ലേ നമ്മൾ കാണുന്നത്? റെയിൽവേ ടൈമിൽ 11 മണിയിൽ കൂടുതലായിട്ടല്ലേ കാണുന്നത്? അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? 23:60 നിന്ന് തന്നെ കുറയ്ക്കണം 15:45, അല്ലേ? അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? 23:60 നിന്ന് ഇതിനെ 3:45 ആക്കിയിട്ട് 3:45 എടുത്ത് കുറയ്ക്കാൻ പാടില്ല. 3:45 കുറയ്ക്കാൻ പാടില്ല അങ്ങനെ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, 15:45 തന്നു കഴിഞ്ഞാൽ അത് 11 മണിയിൽ കൂടുതലാണ്. അതുകൊണ്ട് 23:60 നിന്ന് തന്നെ കുറയ്ക്കണം. ഓക്കെ, 15:45 കുറയ്ക്കുന്നു. എത്ര കിട്ടി? 60 നിന്ന് 45 കുറച്ചു. എത്ര കിട്ടി? 15 കിട്ടി. ഓക്കെ, ഇവിടെ 8 കിട്ടി. 8:15 കിട്ടിയോ? 8:15 കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, പേരും ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 11:15 ആണെങ്കിൽ, ക്ലോക്കിലെ സമയം 11:15 ആണെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്രയാ? 11:15 ആണ്. 11:15 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്, അല്ലെ? 11 മണിക്ക് ശേഷമാണ്. 11 മണിയെക്കാട്ടും വലിയ ഒരു സമയമാണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? 23:60 നിന്ന് എത്ര കുറയ്ക്കണം? 11:15 കുറയ്ക്കണം. 11:15 കുറയ്ക്കണം. 60 നിന്ന് 15 കുറച്ച് എത്ര കിട്ടി? 45 കിട്ടി. 23 നിന്ന് 11 കുറച്ചു 12 കിട്ടി. 12:45 ആണ് നമ്മുടെ സമയം. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഇപ്പൊ ഈ കണ്ണാടിയിലെ പ്രതിബിംബം കാണുന്നതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ആ സംശയം ഉണ്ടെങ്കിൽ വേഗം ഒന്ന് പറയൂ. നമുക്കത് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോവാം. അതെ ഗായത്രി, പക്ഷെ നമ്മളത് പിന്നെയും മാറ്റണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എന്താണ് ചോദ്യം തന്നിരിക്കുന്നത് അതുപോലെ ചെയ്യുക. അതിനുശേഷം ഓപ്ഷനിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഉത്തരം കൊടുക്കാമല്ലോ. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതാം. പക്ഷെ അതിനൊക്കെ ഒരുപാട് നമുക്ക് സമയം ഇതാവില്ലേ? നമുക്ക് ചോദ്യത്തിൽ നിന്ന് എന്ത് തന്നിരിക്കുന്നോ അതുപോലെ ചെയ്യുക. അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഒരുപക്ഷെ അങ്ങനെ ഇല്ല, മറിച്ചാണെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ അത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ണാടിയിലെ പ്രതിബിംബം കാണുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ,
മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന എന്താണ്? ജലത്തിലെ പ്രതിബിംബം. ജലത്തിലെ പ്രതിബിംബം ഓക്കെ, വളരെ എളുപ്പമാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് പോലെ തന്നെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, നമുക്കൊരു ക്ലോക്ക് ഉണ്ട് അല്ലെ? നമുക്കൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് ഒരു ജലത്തിന്റെ മുകളിൽ, ജലമുണ്ട്, ജലത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചു. ഇതാ ഇങ്ങനെ ജലത്തിന്റെ മുകളിൽ ക്ലോക്ക് കൊണ്ടുവച്ചു. ഉറപ്പായും ഈ ക്ലോക്കിന്റെ പ്രതിബിംബം ജലത്തിൽ കാണുമല്ലോ അല്ലേ? ഈ ക്ലോക്കിന്റെ പ്രതിബിംബം ജലത്തിൽ കാണും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്ലോക്കിലെ സമയം എങ്ങനെയാണോ പ്രതിബിംബത്തിൽ കാണുന്നത്, ആ സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ സമയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ നോക്കിയേ, മിനിറ്റ് ഭാഗം 30ഓ 30ൽ കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? സമയം 18:30 നിന്ന് കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ ഈ മിനിറ്റ് ഭാഗം? നിങ്ങൾ നോക്കൂ, ഒരു സമയം നോക്കൂ, 1:45. 1:45 ഈ സമയം നിങ്ങൾ കണ്ടല്ലോ. ഇതിന്റെ 1 എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അവർ പാർട്ടാണ്. അവർ പാർട്ടാണ്. എന്താണ്? മണിക്കൂർ ഭാഗമാണ്. മണിക്കൂർ ഭാഗമാണ്. ഇതിന്റെ ഈ 45 ഉണ്ടല്ലോ, ഇത് മിനിറ്റ് പാർട്ടാണ്. എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ സമയം നോക്കുന്നതാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്താണ് ഈ ആദ്യം കാണുന്നത്? എന്താണ്? മണിക്കൂർ ഭാഗമാണ്, അല്ലെങ്കിൽ അവർ പാർട്ടാണ്. ഈ 45ഓ, ഇത് മിനിറ്റ് പാർട്ടാണ്, മിനിറ്റ് ഭാഗമാണ്. ഈ മിനിറ്റ് ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ മതി. എപ്പോൾ? ജലത്തിലെ പ്രതിബിംബമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, ജലത്തിലെ പ്രതിബിംബത്തിലെ സമയമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഈ മിനിറ്റ് ഭാഗത്തിലെ വാല്യൂ മാത്രം നോക്കുക. ഈ മിനിറ്റ് ഭാഗം എന്ന് പറയുന്നത് 30ഓ 30ൽ കുറവോ ആണെങ്കിൽ, 30ഓ 30ൽ കുറവോ ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയേ, 18:30 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. 18:30 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. ഓക്കെ, നോക്കാം. ഇവിടെ നിങ്ങൾ ഈ ചോദ്യം നോക്കിയേ, ക്ലോക്കിലെ സമയം 9 മണിയാണെങ്കിൽ, 9 മണിയാണെങ്കിൽ ജലത്തിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ്? ക്ലോക്കിലെ സമയം തന്നിട്ടുണ്ട്. എത്രയാണ്? 9 മണിയാണ്. ഇതിന്റെ മിനിറ്റ് പാർട്ട് ആദ്യം നോക്കുക. മിനിറ്റ് പാർട്ട് എത്രയാണ്? 30ൽ കുറവല്ലേ? 0 അല്ലേ? 30ൽ കുറവല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 18:30 മൈനസ് 9 മണി. 9 മണി. ഓക്കെ, 0 3 9 9:30. ഈ 9:30 അല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത്? 9 മണിയുടെ ജലത്തിലെ പ്രതിബിംബം കാണുന്നില്ലേ? 9:30 കാണുന്നില്ലേ? കാണുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കിട്ടിയല്ലോ, കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ പേരും കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഉത്തരം കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണേ. ക്ലാസ്സിലുള്ള എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണം. ഓക്കെ, കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. കിട്ടാത്ത ആരുമില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ എന്താ പഠിച്ചത്? മിനിറ്റ് ഭാഗം 30ഓ 30ൽ കുറവോ ആണെങ്കിൽ ജലത്തിലെ പ്രതിബിംബം കാണാൻ എന്ത് ചെയ്യണം എന്നാ പഠിച്ചത്? 18:30 നിന്ന് കുറയ്ക്കണം. 18:30 നിന്ന് കുറയ്ക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ 30ഓ 30ൽ കുറവോ ആണ് മിനിറ്റ് ഭാഗമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എന്തായാലും 30ൽ കൂടുതലും മിനിറ്റ് ഭാഗം വരില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, 1:45 എന്ന് പറയുമ്പോൾ എന്താണ്? മിനിറ്റ് ഭാഗം 30ൽ കൂടുതലാണ്, 45 ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, മിനിറ്റ് ഭാഗം എന്ന് പറയുന്നത് 30ൽ കൂടുതലാണെങ്കിൽ, 30ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 17:90 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. ഓക്കെ, 17:90 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക. എപ്പോൾ? മിനിറ്റ് ഭാഗം എന്ന് പറയുന്നത് 30ൽ കൂടുതൽ ആണെങ്കിൽ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, നിങ്ങളുടെ ചോദ്യം നോക്കിയേ, ക്ലോക്കിലെ സമയം 9:40 ആണെങ്കിൽ ജലത്തിൽ കാണുന്ന ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സമയം നോക്കൂ, 9:40 ആണ്. 9:40 ആണ്. നിങ്ങൾ നോക്കൂ, മിനിറ്റ് ഭാഗം നോക്കൂ, 40 ആണ്. 40 എത്രയാണ്? 30ൽ കൂടുതലല്ലേ? 30ൽ കൂടുതലല്ലേ? 9:40 40 അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 17:90 നിന്ന് സമയം കുറയ്ക്കുക. എത്ര? 9:40 കുറയ്ക്കുക. എത്ര കിട്ടി? 90 40 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 50 കിട്ടി അല്ലേ? ഇവിടെ എത്ര കിട്ടി? 8 കിട്ടി. 8:50 കിട്ടിയോ? 8:50 കിട്ടിയോ? ഓക്കെ, കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റക്ക് ആയിട്ടുണ്ടോ? നീനുവിന് മാത്രമാണോ സ്റ്റക്ക് ആയത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? വീഡിയോ സ്റ്റക്ക് ആവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആർക്കും സ്റ്റക്ക് ആയിട്ടില്ലല്ലോ? ഓക്കെ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ജലത്തിലെ പ്രതിബിംബം, ക്ലോക്കിന്റെ ജലത്തിലെ പ്രതിബിംബത്തിലെ കാര്യം കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? കണ്ണാടിയിലെ കാര്യം നമ്മൾ ആദ്യം പഠിച്ചു. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലെ ക്ലോക്കിലെ സമയം നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ജലത്തിലെ പ്രതിബിംബത്തിലെ സമയം കൂടി നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ? സംശയമൊന്നുമില്ലല്ലോ? എളുപ്പമുള്ള കാര്യമാണ്. എത്രയിൽ നിന്ന് കുറയ്ക്കണം എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തെറ്റിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യപേപ്പറിലും ചോദിക്കുന്ന, വളരെ നിർബന്ധമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതാണ് ക്ലോക്കിലെ കോണുകൾ. ഓക്കെ, ക്ലോക്കിലെ കോണുകൾ. നമ്മൾ ഈ ഭാഗം ഈ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മളൊന്ന് നോക്കിയതാണ്. എങ്കിലും ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ നോക്കിയേ, 12 ആണ് ഇവിടെ മുകളിൽ കാണുന്നത്. നമ്മുടെ ക്ലോക്കാണിത്. ഓക്കെ, ക്ലോക്കിലെ ഓരോ പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 12 ആണ്. 1 2 3 അങ്ങനെ വീണ്ടും 12ലേക്ക് കറങ്ങിയെത്തുന്നു. അങ്ങനെയാണല്ലോ ക്ലോക്ക് തിരിയുന്നത് അല്ലെ? 12ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ തുടങ്ങി 12ൽ എത്തുന്നു. അങ്ങനെയാണല്ലോ ക്ലോക്ക് തിരിയുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഒരു പൂർണ്ണ വൃത്താകൃതിയെ നമ്മൾ എത്ര ഡിഗ്രി ആയിട്ടാണ് പറഞ്ഞത്? 360 ഡിഗ്രി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 360 ഡിഗ്രി ഈ പൂർണ്ണ വൃത്താകൃതിയെ 12 ഭാഗങ്ങളാക്കി ഭാഗിച്ചിരിക്കുന്നു അല്ലെ? 1 2 3 4 5 അങ്ങനെ 12 ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ, ആ 12 ഭാഗങ്ങളാക്കി വിഭജിച്ചാണ് എന്ത്? 30 ഡിഗ്രി ആയിട്ടുള്ള ഓരോ ഭാഗവും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? ഇത്രയും 30 ഡിഗ്രിയാണ്. ഇതും 30 ഡിഗ്രിയാണ്. ഇങ്ങനെ 30 ഡിഗ്രിയാണ്. ഇത് ഇവിടെയും 30 ഡിഗ്രി. അങ്ങനെ 12 30 ഡിഗ്രികൾ കൂടി ചേർന്ന് 360 ഡിഗ്രി ആവുന്നു. സംശയമൊന്നുമില്ലല്ലോ? വളരെ എളുപ്പമുള്ള കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഈ ഓരോ 12 ഭാഗത്തെയും വീണ്ടും നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5 ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈ 30 ഡിഗ്രിയാണ് നമ്മൾ 5 ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഓരോ ഭാഗവും 6 ഡിഗ്രി വീതമാണ്. 6 ഡിഗ്രി അല്ലെ? 6 ഡിഗ്രി വീതമുള്ള ഓരോ ഭാഗങ്ങൾ ഇവയ്ക്കിടയിൽ ഉണ്ട്. 5 എണ്ണം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ബേസിക് ആയിട്ട് അറിയേണ്ട കോണുകളാണ്. നിങ്ങൾ നോക്കിയേ, മൊത്തം 360 ഡിഗ്രി, ഓരോ ഭാഗവും 30 ഡിഗ്രി, ഇങ്ങനെ ഓരോ ചെറിയ ഭാഗവും 6 ഡിഗ്രി വീതം. ഓക്കെ, ഇനി ഓരോ സൂചിയും തിരിയുന്ന നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടി പറയാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി ഇപ്പൊ 12ലാണെങ്കിൽ തൊട്ടടുത്ത ഈ പോയിന്റിലേക്ക് എത്തുന്നു. അതായത് 6 ഡിഗ്രിയാണ് മിനിറ്റ് സൂചി 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ, 1 മണിക്കൂറിലാണെങ്കിലോ 1 മിനിറ്റ് സൂചി ഒരു പൂർണ്ണവൃത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12ൽ നിന്ന് തുടങ്ങി 12ൽ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 മണിക്കൂർ എന്ന് പറയുന്നത് അല്ലെ? 12ൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രിയാണ് എന്ത്? കോണളവ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് മണിക്കൂർ സൂചിയുടെ കാര്യം നോക്കിയേ നിങ്ങൾ. 1 മണിക്കൂറിൽ ഇവിടെ 12 മണിയാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ കൃത്യം 1ലേക്ക് മണിക്കൂർ സൂചി നോക്കും അല്ലെ? അതായത് 30 ഡിഗ്രിയാണ് 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിലോ അര ഡിഗ്രിയാണ്. എങ്ങനെയാ അര ഡിഗ്രി വന്നത്? 6/12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അര ഡിഗ്രി എന്ന് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണ് ഈ അര ഡിഗ്രി വന്നത്. അങ്ങനെ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയോ, 6/12 ചെയ്യുമ്പോഴാണ് നമുക്ക് അര ഡിഗ്രി എന്ന് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? മണിക്കൂർ സൂചി 1 മിനിറ്റിൽ അര ഡിഗ്രി വീതം സഞ്ചരിക്കുന്നു. ഈ കോണളവൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. വളരെ ആവശ്യമുണ്ട്. നമുക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അര ഡിഗ്രിയാണ് മണിക്കൂർ സൂചി 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. സെക്കൻഡ് സൂചിയുടെ കാര്യം പറഞ്ഞിട്ട് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. 1 സെക്കൻഡിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. 1 മിനിറ്റിൽ 360 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു ക്ലോക്കിനെ 12 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളും 30 ഡിഗ്രി വീതമാണ്. ഓരോ 30 ഡിഗ്രി ഭാഗങ്ങളും വീണ്ടും 5 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അത് ഓരോ 5 ഭാഗവും എത്രയാണ്? ഓരോ ചെറിയ 5 ഭാഗങ്ങൾ ഓരോന്ന് എത്രയാണ്? 6 ഡിഗ്രി വീതമാണ്. കോണളവിന്റെ കാര്യം മനസ്സിലായോ? ഓക്കെ, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നവർ ഒന്നൊന്ന് റിഫ്രഷ് ചെയ്യണേ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? കാര്യം വ്യക്തമാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്കായിട്ട് കിടക്കാം. ഓക്കെ, ഈ ചോദ്യങ്ങൾ നോക്കിയേ. ആദ്യത്തെ ചോദ്യം ചെയ്തേ. ആദ്യത്തെ ചോദ്യം എന്താണ്? മിനിറ്റ് സൂചി 20 മിനിറ്റ് പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? മിനിറ്റ് സൂചി. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആരാണ് ആളെന്ന് ആദ്യം നോക്കണം. ഇവിടെ മിനിറ്റ് സൂചിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ആരാണ് ആളെന്ന് നോക്കണം. ഇവിടെ ആളാരാണ്? മിനിറ്റ് സൂചിയാണ്. മിനിറ്റ് സൂചി 20 മിനിറ്റ് പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോണാണ് നമ്മൾ നോക്കേണ്ടത്, കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു മിനിറ്റില് മിനിറ്റ് സൂചി എത്ര സഞ്ചരിക്കും? ആ ചെറിയൊരു പോയിന്റ് അല്ലേ മാറുന്നത്? ആ ചെറിയൊരു പോയിന്റ് എത്രയാണ്? 6 ഡിഗ്രി ആണ്. അറിയാലോ, നമ്മൾ പഠിച്ചതല്ലേ? 2 പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഒരു മിനിറ്റില് 6 ഡിഗ്രിയാണ് എന്ത്? മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിലോ 20 മിനിറ്റ് എത്രയായിരിക്കും? 20 × 6, അതായത് എത്രയാണ്? 120 ഡിഗ്രി. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? വേഗം കമന്റ് ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ്. ഉത്തരം കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കാര്യം? എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവരും പേരൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഉത്തരം കാണുന്നുണ്ട്. ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. ഓക്കെ, എല്ലാവരുടെ പേരും കാണുന്നുണ്ട്. കമന്റ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് വേഗം കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഷിജീഷ്. ഓക്കെ, ഉത്തരം കിട്ടി. ഓക്കെ, പുതിയ കിട്ടി. എമിൽ. ഓക്കെ, പ്രജിത. ഓക്കെ, ശ്വേത, ശ്രീഷ്ണ, റിയ, ലക്ഷ്മി. ഓക്കെ, ദീപ ബാബു. ഓക്കെ, അപർണ, അശ്വതി, വർഷ. ഓക്കെ, അമൃത, ലക്ഷ്മി. ഓക്കെ, പഞ്ചമി, തസ്നി, ജയന്തി, ദിൽന, റിയ. ഓക്കെ, അർച്ചന, ശ്രീലക്ഷ്മി, അശ്വനി, ഷൈനി, ശ്രുതി. ഓക്കെ, സ്നേഹ, അമൽ. ഓക്കെ, ജിസി. ഓക്കെ, അഞ്ജലി, വർഷ, രാജി, ദീപ. ഓക്കെ, ശ്രീലക്ഷ്മി, സന, നിഷ. ഓക്കെ, നീനു. ഓക്കെ, റുക്സാന. ഓക്കെ, അഖില, സന. ഓക്കെ, എല്ലാവർക്കും കിട്ടി. ഓക്കെ, നോക്കാം നമുക്ക്. അടുത്ത് നോക്കൂ. മിനിറ്റ് സൂചി 35 മിനിറ്റ് പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആള് ആരാണെന്ന് ആദ്യം നോക്കണം. ആളാരാ ഇവിടെ? മിനിറ്റ് സൂചിയാണ് ആള് അല്ലേ? മിനിറ്റ് സൂചിയാണ് ആള്. നോക്ക്, ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി എത്രയാണ് പോകുന്നത്? 6 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റിലോ 35 × 6 എത്ര കിട്ടി? 210 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഉത്തരം കിട്ടിയല്ലോ എല്ലാവർക്കും. ഓക്കെ, കമന്റ് ബോക്സിൽ ഉത്തരം കാണുന്നുണ്ട്. വെരി ഗുഡ്. അടുത്ത ഭാഗം നോക്കൂ. അടുത്ത ഭാഗം വേറെ ഉത്തരം കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നോക്കണേ. ഉത്തരം ചെക്ക് ചെയ്യണേ, എവിടെയാണ് തെറ്റിപ്പോയെന്ന് നോക്കണം. ഓക്കെ, അടുത്ത് നോക്കൂ. മിനിറ്റ് സൂചി 40 മിനിറ്റ് പൂർത്തീകരിക്കുമ്പോൾ ആളാരാണ്? മിനിറ്റ് സൂചിയാണ്. 40 മിനിറ്റ് ആണ് പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ്? മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റിലോ 40 × 6 എത്രയാണ്? 240 ഡിഗ്രി ആണ്. 240 ഡിഗ്രി ആണ്. കിട്ടിയല്ലോ. ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, വെരി ഗുഡ്. വേറെ ഉത്തരം കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ചോദ്യം കൂടി വേഗം ചെയ്തേ. നിങ്ങളിവിടെ നോക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? ആദ്യം ആള് ആരാണെന്ന് നോക്കണം. നമ്മൾ നേരത്തെ ചെയ്ത മിനിറ്റ് സൂചിയുടെ കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, മണിക്കൂർ സൂചിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? മണിക്കൂർ സൂചി 20 മിനിറ്റ് പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, മണിക്കൂർ സൂചിയാണ് ഇവിടുത്തെ ആള്. ഓക്കെ, ഒരു മണിക്കൂറിൽ എന്താണ്? സോറി, ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി എത്രയാണ് സഞ്ചരിക്കുന്നത്? 1/2 ഡിഗ്രി ആണ്. അല്ലെ? ഒരു മണിക്കൂറിൽ
അല്ല, ഒരു മിനിറ്റില് മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കുന്നത്? അര ഡിഗ്രിയാണ്. അര ഡിഗ്രി. മാറിപ്പോവരുത്, 6 വെച്ച് ഗുണിക്കാൻ നിൽക്കരുത്. ഓക്കെ, മിനിറ്റ് സൂചിയുടെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, എന്താണ്? മണിക്കൂർ സൂചിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ അര ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ എത്ര കോൺ ഉണ്ടാക്കും? 20 മിനിറ്റ് പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്രയാണ്? 20 ഇൻറ്റു അര. ഓക്കെ, എത്രയാണത്? എത്രയാണ്? 10 ഡിഗ്രിയാണ്. 10 ഡിഗ്രി. 10 ഡിഗ്രി എന്ന് കിട്ടിയോ? അതോ 6 വെച്ച് ഗുണിച്ചു പോയ ആരെങ്കിലും? ഓക്കെ, 10 തന്നെ കിട്ടുന്നുണ്ടല്ലോ. 10 കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഉത്തരം കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ, വ്യക്തമാണല്ലോ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേഗം ഈ ഒരു ചോദ്യം ചെയ്തേ. വേഗം ഈ ചോദ്യം ചെയ്യൂ. മണിക്കൂർ സൂചി 5 മണിക്കൂർ പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്ര? വേഗം കണ്ടുപിടിക്കുക, വേഗം കണ്ടുപിടിക്കുക. എന്നിട്ട് വേഗം ഉത്തരം കമന്റ് ചെയ്തേ. മണിക്കൂർ സൂചി 5 മണിക്കൂർ പൂർത്തീകരിക്കുമ്പോൾ നിർമ്മിക്കുന്ന കോൺ എത്ര? ഓക്കെ, ഉത്തരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ചോദ്യം വേഗം ചെയ്തേ, വേഗം ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ്. എമിൽ, ഓക്കെ, കിട്ടി. പ്രജിത, ഓക്കെ. ശ്രീലക്ഷ്മി, ഓക്കെ. ഷിജീഷ്, ഓക്കെ. ലക്ഷ്മി, അശ്വതി, അമൃത, ഓക്കെ. പഞ്ചമി, ശ്രുതി, ലക്ഷ്മി, ഓക്കെ. ശ്വേത, ദിൽന, ദിവ്യ, തസ്നി, ഓക്കെ. വർഷ കിട്ടുന്നുണ്ട്. ഓക്കെ. നിഷ, ആതിര, ഗായത്രി, നൗഫിയ, ഓക്കെ. ജിസി, ശ്രീഷ്മ, ഓക്കെ. അർച്ചന. വേറെ ഉത്തരം കിട്ടുന്നവര് നോക്കണേ. ഇവിടെ അര ഡിഗ്രി വെച്ചാണോ ഗുണിക്കുന്നത് നമ്മൾ നോക്കണം. നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിയേ. മണിക്കൂർ സൂചിയാണ് ആള്. മണിക്കൂർ സൂചിയാണ് ആള്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ മിനിറ്റിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയോ 5 മണിക്കൂറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 5 മണിക്കൂറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മണിക്കൂർ സൂചി ഇവിടെ മിനിറ്റിന്റെ കാര്യമാണ് നോക്കിയത് നമ്മൾ നേരത്തെ. പക്ഷെ ഇവിടെ നോക്കൂ, മണിക്കൂർ സൂചി 5 മണിക്കൂർ പൂർത്തീകരിക്കുമ്പോഴാണ്. മണിക്കൂർ സൂചി 1 മണിക്കൂർ പൂർത്തീകരിക്കുന്ന എത്ര ഡിഗ്രി കോണുള്ളവരാണ്? എത്രയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. ഓക്കെ, മണിക്കൂർ സൂചി 1 മണിക്കൂർ പൂർത്തീകരിക്കുന്നത് എത്രയാണ്? 30 ഡിഗ്രി കോണളവാണ്. 30 ഡിഗ്രിയാണ്. മാറിപ്പോവരുത്, ഇവിടെ നോക്കണം. 5 മണിക്കൂറിന്റെ കാര്യമാണ് പറഞ്ഞത്, 5 മിനിറ്റിന്റെ കാര്യമല്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 5 ഇൻറ്റു 30 എത്ര കിട്ടി? 150 ഡിഗ്രിയാണ് കിട്ടുന്നത്. മനസ്സിലായോ? 150 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഓക്കെ, മാറി ഉത്തരം. പിന്നെ വേറെ ഉത്തരം കിട്ടിയവര്, അതായത് 2.5 ഡിഗ്രി കിട്ടിയവര്, നിങ്ങൾക്ക് പറ്റിയത് 5 മണിക്കൂർ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, 5 മിനിറ്റ് എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 5 മണിക്കൂർ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. മനസ്സിലായോ കാര്യം? മനസ്സിലായോ? കിട്ടിയില്ല? എവിടെയാ അമലെ പിന്നെ സംശയം വന്നത്? ഒന്നുമില്ല, നിങ്ങൾ നോക്കൂ. മണിക്കൂർ സൂചിയാണ് 5 മണിക്കൂറിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? നോക്കൂ, ഇതിപ്പോ ക്ലോക്ക് ആണെങ്കിൽ ഇത് 12:01. ഓക്കെ, ഇങ്ങനെ 12 ഭാഗങ്ങൾ ഉണ്ടല്ലോ അല്ലെ? ഈ ഒരൊറ്റ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഈ ഒരൊറ്റ ഭാഗം 30 ഡിഗ്രിയാണ്. 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി 12-ൽ നിന്ന് നേരെ 1-ലേക്കല്ലേ വരുന്നത് അല്ലേ? അതായത് 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, 5 മണിക്കൂറാ സഞ്ചരിക്കുന്നെങ്കിലോ ഈ 1 മണിക്കൂറിൽ 1 ഭാഗം സഞ്ചരിക്കുന്നു, അതായത് 30 ഡിഗ്രി സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറില് 5 ഇൻറ്റു 30, അങ്ങനെ നമുക്ക് 150 ഡിഗ്രി കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് പിന്നെ സമയം മാറിപ്പോയത് കൊണ്ടാണ് തെറ്റിപ്പോയത്. ഓക്കെ, 5 മിനിറ്റ് എന്നാണ് നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. 2.5 കിട്ടുന്നവര് ഇതാണ് നിങ്ങൾക്ക് പറ്റിയെന്ന് മനസ്സിലാക്കുക കേട്ടോ. മിനിറ്റ് അല്ല, 5 മിനിറ്റ് അല്ല, 5 മണിക്കൂറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എന്ത്? ഒരു സമയം തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമയം തരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു നിശ്ചിത സമയത്തിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എങ്ങനെ നമ്മൾ കണ്ടെത്തും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? നമുക്കൊരു സമയം തരും. ഓക്കെ, ആ സമയത്തിൽ, ആ നിശ്ചിത സമയത്തിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? 30h - 11/2 m എന്നാണ് നമ്മുടെ ഇക്വേഷൻ.
ഓക്കെ, ഇവിടെ നമുക്ക് 30-നെ അറിയാം, 11/2 അറിയാം. ഇവിടെ അറിയാത്ത രണ്ട് കാര്യമുണ്ട്. എന്താണ്? ഒന്ന് എച്ച് ആണ്, ഒന്ന് എം ആണ്. എച്ചിനെ എമ്മിനെ നമുക്ക് അറിയില്ല. ആരെ എച്ച് എമ്മും? നിങ്ങൾ നോക്കിയേ, 1:40 എന്നൊരു സമയം ഇപ്പോഴുണ്ടെങ്കിൽ ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ അവർ പാർട്ട് ആണ്, മണിക്കൂർ ഭാഗമാണ്. ഇവിടെ നോക്കിയേ, 1:40 എച്ച് എന്താണ്? 1 മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കൂ, മിനിറ്റ് പാർട്ട് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ, മിനിറ്റ് പാർട്ട് എത്രയാണ്? 40 ആണ്. ആ 40 ആണ് ഇവിടെ എം വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? 30h മൈനസ് 11/2 എം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടും. നെഗറ്റീവ് വാല്യൂ കിട്ടിയാലും നിങ്ങൾ അത് മൈൻഡ് ആക്കണ്ട. ഓക്കെ, നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ -30 എന്ന് കിട്ടിയാൽ -30° എന്ന് എഴുതണ്ട. -30° ആണോ നമുക്ക് ഒരു കോണളവ് പറയുമ്പോൾ നമ്മൾ മൈനസ് വെച്ചാണോ പറയുന്നത്? അല്ല, അവിടെ നിങ്ങൾ 30° എന്ന് എഴുതിയാൽ മതി. മൈനസ് മൈൻഡ് ആക്കണ്ട. ഓക്കെ, മനസ്സിലായല്ലോ? 30h മൈനസ് 11/2 എം എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്താണ് കോണളവ് കിട്ടും. ഇതിനെക്കാട്ടും എളുപ്പമുള്ള ഒരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ വെച്ചുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം, ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിയേ, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ കണ്ടെത്തുക. ഓക്കെ, എന്താണ് ആദ്യത്തെ ചോദ്യം? 7:20 എന്നാണ് നമ്മുടെ ആദ്യത്തെ സമയം തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7:20 എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എങ്ങനെ ചെയ്യും? ആദ്യത്തെ ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങൾ അത് നോക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. സംശയമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ഓക്കെ, നോക്കും, 7:20 എന്നാണ് നമ്മുടെ സമയം. ഈ 7 ആണ് ഇവിടുത്തെ അവർ പാർട്ട്, 20 ആണ് ഇവിടുത്തെ മിനിറ്റ് പാർട്ട്. ഓക്കെ, നോക്കൂ, 30 × h ആണല്ലേ? 30 h ആണ്. h എന്താണ് ഇവിടെ? 7 ആണ്. അവർ പാർട്ട് 7 അല്ലേ? 7 കിട്ടി. മൈനസ് 11/2 ഇൻറ്റു എം ആണ്. എം എന്താണ് ഇവിടെ? മിനിറ്റ് പാർട്ട് ആണത്, 20 ആണ്. ഓക്കെ, 37 210 എന്ന് നമുക്ക് കിട്ടും. 11/2 ഇൻറ്റു 20, 2 20 എത്ര കിട്ടി? 2ഉം 20ഉം കൂടി വെട്ടിയിട്ട് എത്ര കിട്ടി? ഇവിടെ 10 എന്ന് കിട്ടി. ഓക്കെ, 11 × 10 എത്ര കിട്ടി? 110 എന്ന് കിട്ടി. 210 മൈനസ് 110 എത്ര കിട്ടുന്നു? 100° എന്ന് കിട്ടുന്നു. അതായത് 7:20 എന്ന് പറയുന്ന ഒരു സമയത്ത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എന്ന് പറയുന്നത് 100° ആണ്. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യം. ഓക്കെ, വെരി ഗുഡ്. സന്തോഷമുണ്ട്. ഓക്കെ, സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഉത്തരം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഉത്തരം കാണുന്നുണ്ട്. കിട്ടിയവരൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ വേഗം ഈ 2 ക്വസ്റ്റ്യൻസ് വേഗം ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. കിട്ടി. ഓക്കെ, ഉദയൻ 100 കിട്ടി. ഓക്കെ. ഓക്കെ, എല്ലാവരുടെ ഉത്തരവും കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റക്ക് ഇല്ല അല്ലേ? ഓക്കെ. സ്റ്റക്ക് ആവുന്നവരൊന്ന് റിഫ്രഷ് ചെയ്താൽ നോക്കിയാൽ മതി, കിട്ടും. റെഡി ആവും. കിട്ടിയോ? നമുക്ക് നോക്കാം. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഉത്തരം കിട്ടിയോ? പറയാം സഫീറ, ഈ ഒരു ചോദ്യത്തിൽ പറയാം. കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ചോദിക്കണേ. നിങ്ങൾ നിർബന്ധമായും ചോദിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളിവിടെ പഠിക്കാനാണ് വന്നത്, അതുകൊണ്ട് സംശയമുള്ളതൊക്കെ ചോദിക്കണം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. 30h മൈനസ് 11/2 എം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ നോക്കൂ, 30 ഇൻറ്റു ഇവിടെ എന്താണ് h എന്ന് പറഞ്ഞാൽ അവർ പാർട്ട് ആണ്. ഇങ്ങനെ ഒരു സമയം തന്നു കഴിഞ്ഞാൽ ഇതിലെ ആദ്യത്തെ മണിക്കൂറായിട്ട് നമ്മൾ പറയുന്നില്ലേ? 11 അല്ലേ ഇവിടെ? ആ 11 ആണ് ഇവിടെ അവർ പാർട്ട് എന്ന് പറയുന്നത്. ആ 11 അടുത്ത് ആദ്യം എഴുതുക. ഓക്കെ, 30 × h ആണ്, 30 × 11 ആയത്. ഓക്കെ, മൈനസ് 11/2 അതുപോലെ തന്നെ എടുത്ത് എഴുതി. എന്താണ് എം എന്താണ്? ഇവിടുത്തെ മിനിറ്റ് പാർട്ട് ആണ്. ഇവിടെ മിനിറ്റ് എത്രയാണ്? 46 മിനിറ്റ് ആണ് അല്ലേ? ആ 46 ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ,
30 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 330 മൈനസ് ഇവിടെ നിങ്ങൾ നോക്കിയേ, 2ഉം 46 നമുക്ക് വെട്ടാലോ, 2 വെച്ച് വെട്ടാലോ. ഓക്കെ, ഇവിടെ 1 ഇവിടെ 23 ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇത് എത്ര കിട്ടുന്നത്? 253 എന്ന് കിട്ടി. 253 എന്ന് കിട്ടി അല്ലെ. 330 മൈനസ് 253 കിട്ടി. അത് എത്ര കിട്ടും? 77 ഡിഗ്രി എന്ന് കിട്ടും. 77 ഡിഗ്രി എന്ന് കിട്ടും. അതായത് 11:46 എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? 77 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, 2 ഉത്തരം കിട്ടിയവരൊക്കെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, 77 ഡിഗ്രിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കൂ, അടുത്തത് 3:28. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 30h മൈനസ് 11/2 m. 30 × 3 മൈനസ് 11/2 × m എത്രയാണ്? 28 2ഉം 28ഉം കൂടി വെട്ടി ഇവിടെ 14 എന്ന് കിട്ടി. ഇവിടെ 90 മൈനസ് എത്രയാണ്? 154 എന്ന് കിട്ടും. 90 മൈനസ് 154 എന്ന് പറഞ്ഞ എത്രയാണ്? -64 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിഗ്രി ഒരു കോണളവിന്റെ കൂടെ എന്താണ് മൈനസ് ഒക്കെ വന്നാൽ ആ മൈനസ് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 64 ഡിഗ്രി എന്ന് നമുക്കിവിടെ ഉത്തരം കിട്ടും. 77 ആദ്യത്തെ ഉത്തരം, 64 അടുത്ത ഉത്തരം. 2 ഉത്തരവും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, കിട്ടിയല്ലോ, ക്ലിയർ ആണ്. വേറെ ഉത്തരം കിട്ടുന്നവരുണ്ടെങ്കിലും 6 ടൈപ്പ് ചെയ്ത് പോയതാണെങ്കിലൊക്കെ ഒന്ന് നോക്കുക. ഇല്ല, സൈൻ ഇമ്പോർട്ടന്റ് ഇല്ല ശ്രീലക്ഷ്മി, സൈൻ നോക്കണ്ട. ഓക്കെ, 64 എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, മൈനസ് കൊടുക്കണം എന്നില്ല. കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്താ പഠിച്ചത്? മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ കണ്ടെത്തുവാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. ഇനിയിപ്പോ നമുക്ക് എക്സാം ഹാളിൽ ഓക്കെ, നമ്മളുടെ ടെൻഷനൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ മറന്നു പോവാണ്. എന്ത്? ഇക്വേഷൻ ഒക്കെ മറന്നു പോകണം. 30h എവിടെയാണ്? 11/2 m ആണ്. 11/2 ആണോ 4 ആണോ എന്നൊക്കെ നമ്മൾ മറന്നു പോകാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മളൊരു എളുപ്പ വഴി പഠിച്ചു വെക്കുക. ഓക്കെ, ശരിക്കുള്ള കോൺസെപ്റ്റ് എന്താണ്, ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ്? ക്ലോക്ക് വരച്ചുകൊണ്ട് നമുക്ക് കോൺ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? ക്ലോക്ക് വരച്ചുകൊണ്ട് കോൺ കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. റെഡിയാണോ? ശ്രദ്ധിച്ചിരിക്കുക, ഓരോ ഭാഗങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. ക്ലോക്ക് വരച്ചുകൊണ്ട് കോൺ കണ്ടെത്താം. ഇക്വേഷൻ ഓർത്ത് വെക്കാൻ പറ്റാത്തവർ വെക്കണ്ട, പക്ഷെ നിങ്ങൾ ഈ രീതി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ക്ലോക്ക് വരച്ചുകൊണ്ട് നമുക്ക് പിന്നെ കോൺ കണ്ടെത്തുവാൻ സാധിക്കും. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിയേ, 7:20 നമ്മുടെ ചോദ്യം. ഓക്കെ, 7:20 എന്ന് പറയുന്ന സമയത്ത് എത്രയാണ് കോൺ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈ 7:20 എന്ന് പറയുന്ന സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ 7:20 എന്ന് പറയുന്ന സമയം നമ്മുടെ ക്ലോക്കിലേക്ക് വരയ്ക്കുക. നിങ്ങൾ നോക്കൂ, 7 ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതാണ് മണിക്കൂർ സൂചി. 20 എവിടെ വരിക? 4ന്റെ നേരെയാണ് വരിക. നിങ്ങൾക്കറിയാം, നിങ്ങൾ സമയം നോക്കുന്നവരാണ്. 7:20 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ മണിക്കൂർ സൂചി 7ന്റെ നേരെ അല്ല വരുന്നത്, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. പക്ഷേ നമ്മളിപ്പോൾ വരച്ച് നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ കറക്റ്റ് 7ലേക്ക് തന്നെ വരയ്ക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? 7:20 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 7ന്റെ നേരെയല്ല, കൃത്യം നേരെയല്ല മണിക്കൂർ സൂചി ഉണ്ടാവാറുള്ളത്, കുറച്ച് മാറിയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അത് നമുക്കറിയാം, അത് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കറക്റ്റ് 7ലേക്ക് തന്നെ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നോക്കിയേ, 7:20 അല്ലെ, 7ലേക്കുണ്ട് മണിക്കൂർ സൂചി, 20ലേക്കുണ്ട് അടുത്ത എന്താണ് മിനിറ്റ് സൂചി അല്ലെ. ഈ ഇത്രയും ഭാഗത്തിന്റെ ഇടയ്ക്ക് ഉള്ള കോണളവ് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഇവിടെ 7 തൊട്ട് 6 വരെ ഒരു ഭാഗമായി, അടുത്ത ഭാഗം 5 വരെയായി, അടുത്ത ഒരു ഭാഗം കൂടി കിട്ടി അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളും എത്ര ഡിഗ്രി വീതമാണ്? 30 ഡിഗ്രി വീതമാണ് അല്ലെ. ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30 അല്ലെ. അങ്ങനെ ഈ 3 ഭാഗങ്ങൾ കൂടി വരുമ്പം എത്ര ഡിഗ്രിയായി? 90 ഡിഗ്രിയായി. 90 ഡിഗ്രിയായി അല്ലെ. 7:20 അല്ലെ, 3 ഭാഗങ്ങളാണുള്ളത്. 3 30 കൂടിയിട്ട് 90 ഡിഗ്രിയായി. ഇനി നമ്മൾ
പഠിച്ച അടുത്ത കാര്യം യൂസ് ചെയ്യാണ്. നമുക്കറിയാം എന്താണ് 7:20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 7 മണി കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതായത് 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ മിനിറ്റിലും മണിക്കൂർ സൂചി കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാവും. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ ക്ലോക്കിലും വാച്ചിലൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണല്ലോ 7:20 എന്ന് പറയുമ്പോൾ എവിടെയാണ് മണിക്കൂർ സൂചി കുറച്ചും കൂടി ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക അല്ലേ? 8 എത്തിയിട്ടുണ്ടാവില്ല, എന്നാൽ 8ന്റെ കുറച്ച് പുറകിലായിട്ടല്ലേ ഉണ്ടാവുക അല്ലേ? ഓക്കെ, ആ ഒരു കോണളവും കൂടി നമ്മളിവിടെ കൂട്ടണം. ഓക്കെ, നമുക്കറിയാം മിനിറ്റ് സൂചി മണിക്കൂർ സൂചി ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി വീതമാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാലോ അല്ലെ? നമ്മൾ നേരത്തെ കണക്ക് ചെയ്തല്ലേ? ഓക്കെ, മണിക്കൂർ സൂചി ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി വീതം സഞ്ചരിക്കുന്നു. ഇവിടെ എത്ര മിനിറ്റായി? 20 മിനിറ്റായി അല്ലെ? 20 മിനിറ്റായി. അതായത് ആ 20 മിനിറ്റിൽ 1/2 ഡിഗ്രി വീതം മണിക്കൂർ സൂചി സഞ്ചരിച്ചു കഴിഞ്ഞാൽ മൊത്തം എത്ര സഞ്ചരിച്ചു? 20/2 അല്ലെ? 20/2 20 ഇൻറ്റു 1/2 അതാണ് 20/2 നമ്മൾ എഴുതിയത്. ഓക്കെ, അത് എത്ര കിട്ടി? 100 ഡിഗ്രി എന്ന് കിട്ടി. 20/2 എത്രയാണ്? 10 ഡിഗ്രി ആണ്. അതാണ് ഇവിടെ 20/2. ഓക്കെ, 90 + 10 100 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇതേ 100 ഡിഗ്രി തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7:20 ചെയ്തപ്പം അല്ലേ? 100 ഡിഗ്രി കിട്ടിയില്ലേ നമ്മൾ നേരത്തെ ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ പറഞ്ഞപ്പോ ആർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കുക. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 7:20 എന്ന് പറയുന്ന സമയത്തെ കോണാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ മണിക്കൂർ സൂചി ആദ്യം കൃത്യം 7ലേക്ക് വരച്ചു. മിനിറ്റ് സൂചി നേരെ 20ന്റെ അതായത് 4ന്റെ നേരേക്കും വരച്ചു. ഓക്കെ, ഇവയ്ക്കിടയിലുള്ള കോണളവ് ആദ്യം കണ്ടെത്തുക. ഇത്രയും ഭാഗം 30, വീണ്ടും ഒരു 30, വീണ്ടും ഒരു 30, അങ്ങനെ മൊത്തം എത്ര കിട്ടി? 90 ഡിഗ്രി എന്നിവിടെ കിട്ടി. ഓക്കെ, ഇവിടെ 20 മിനിറ്റ് ആണ് മിനിറ്റ് സൂചി സഞ്ചരിച്ചത്. അതായത് ഓരോ മിനിറ്റിലും 20 മിനിറ്റ് വരെയുള്ള ഓരോ മിനിറ്റിലും മണിക്കൂർ സൂചി 1/2 ഡിഗ്രി വീതം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം മണിക്കൂർ സൂചി ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു കോണും കൂടി നമ്മൾ കൂട്ടണ്ടേ? ഇത്രയും ചെറിയൊരു കോണും കൂടി നമ്മൾ കൂട്ടണ്ടേ? ആ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്ലസ് 20 × 1/2 അതായത് 20/2 നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്തിനാണ്? മണിക്കൂർ സൂചി മുന്നോട്ട് പോയ ആ ദൂരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്. 20/2 എത്രയാണ്? 10 ഡിഗ്രിയാണ്. ഓക്കെ, 90 + 10 100 ഡിഗ്രി എന്ന് നമുക്ക് ഉത്തരം കിട്ടും. മനസ്സിലായോ? ഓക്കെ, കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഉത്തരം കിട്ടിയോ? ഓക്കെ, അത് കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. 11:46 എന്താ ചെയ്യേണ്ടത്? 11ലേക്ക് നമ്മുടെ മണിക്കൂർ സൂചി വരയ്ക്കുന്നു. 11. ഓക്കെ, 46 നേരെ നോക്കിയേ, ഇവിടേക്ക് വരയ്ക്കുന്നു. 11:46 അങ്ങനെ ഇങ്ങനെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഇവയ്ക്കിടയിലുള്ള കോണളവ് കണ്ടെത്തണം. ഇത്രയും ഭാഗം ഒരു ഭാഗമുണ്ട് 30 ഡിഗ്രി. പക്ഷെ ഇവിടെ അടുത്ത ഭാഗത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. ഈ ചെറിയ ഭാഗങ്ങളും എത്രയാണ്? 6 ഡിഗ്രി വീതമാണ്. അങ്ങനെ 4 ചെറിയ ഭാഗങ്ങളും കൂടി ഉണ്ട്. അതായത് എത്രയുണ്ട്? 6 4 24 ഡിഗ്രി കൂടി. അങ്ങനെ ടോട്ടൽ എത്രയായി? 54 ഡിഗ്രി കിട്ടി അല്ലെ? 11:46 കൃത്യം നമ്മൾ സൂചി വരയ്ക്കുകയാണെങ്കിൽ അവയ്ക്കിടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 54 ഡിഗ്രിയാണ്. ഇവിടുത്തെ 30ഉം പിന്നെ ഇവിടെ ചെറിയ 4 ഭാഗങ്ങളും കൂടി ബാക്കിയുണ്ട്. ആ 6 4 24 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 30ഉം 24ഉം കൂടി കൂട്ടിയിട്ട് 54 ഡിഗ്രി എന്ന് കിട്ടി. പ്ലസ് എന്താ ചെയ്യുന്നത്? ഈ 11ൽ നിന്നും ഈ എന്താണ് മിനിറ്റ് സൂചി ഇവിടെ നിന്ന് 46 ഡിഗ്രി വരെ സഞ്ചരിച്ചു കഴിഞ്ഞു അല്ലെ? 46 മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ ഓരോ 46 മിനിറ്റിലെ ഓരോ മിനിറ്റിലും മണിക്കൂർ സൂചി 1/2 ഡിഗ്രി വീതം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ? 1/2 ഡിഗ്രി വീതം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? 46 × 1/2 ഡിഗ്രി അതായത് എത്ര കിട്ടി? 54 പ്ലസ് എത്ര കിട്ടി? 46ന്റെ പകുതി എത്രയാണ്? 23 ആണ്. അപ്പൊ എത്ര കിട്ടി? 77 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി അല്ലെ? 11:46 77 ഡിഗ്രി. ഈ 77 ഡിഗ്രി തന്നെയല്ലേ ഇവിടെയും കിട്ടിയിരിക്കുന്നത്? നമ്മൾ നേരത്തെ എന്താണ് ഇക്വേഷൻ വെച്ച് ചെയ്തപ്പം 77 ഡിഗ്രി കിട്ടിയില്ലേ? അതേ 77 ആണ് നമുക്ക് ഇവിടെ ക്ലോക്ക് വെച്ച് വരച്ചും കിട്ടിയിരിക്കുന്നത്. അത് തന്നെ മിനിറ്റിന്റെ ഹാഫ് കൂട്ടുക. അത് തന്നെ റിമാൻസ്. മനസ്സിലായോ?
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടുന്നുണ്ടല്ലോ, ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. കിട്ടാത്ത മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നും കൂടി പറയാം. നോക്കൂ, 11:46 എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മണിക്കൂർ സൂചി 11ലേക്കും 46ലേക്ക് കൃത്യമായിട്ട് മിനിറ്റ് സൂചിയും വരയ്ക്കുന്നു. ഈ രണ്ട് സൂചിക്കും ഇടയിലുള്ള കോണളവ് ആദ്യം എടുത്തെഴുതുന്നു. ഇത്രയും 30 ആണ്, പിന്നെ ഒരു 24 ഡിഗ്രിയും കൂടി ഉണ്ട് അല്ലെ? ഇത്രയല്ലേ വരുന്നത്? ഓക്കെ, 24 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് 54 ഡിഗ്രി എന്ന് എഴുതി. ഇനി നിങ്ങൾ ചെയ്യുക, കൂടുതലൊന്നും ആലോചിക്കേണ്ട. എത്രയാണോ മിനിറ്റ് അതിന്റെ നേരെ പകുതി വെച്ചങ്ങ് കൂട്ടുക. എത്രയാണോ മിനിറ്റ് അതിന്റെ പകുതി വെച്ചങ്ങ് കൂട്ടുക. 54 + 23, അതായത് 77 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയോ? ഇവിടെ അത് തന്നെ ചെയ്ത്. എത്രയാണ്? 90 ഡിഗ്രിയാണ് നമുക്ക് ആ ഒരു രണ്ട് സൂചിക്ക് ഇടയിലുള്ള കോണ് കിട്ടിയത്. എന്നിട്ട് എന്താക്കി? മിനിറ്റിന്റെ പകുതി വെച്ചങ്ങ് കൂട്ടി. 90 + 10 100 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായോ? കിട്ടി. ഓക്കെ. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അമൽ. ഓക്കെ, കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനെ വരയ്ക്കാൻ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞു, ഇവിടെ നോക്കൂ, 46 എത്തുമ്പോഴേക്കും 11 കുറച്ച് മുന്നോട്ട് പോകും അല്ലെ? ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ കോണ് വലുതാവുകയാണ് ചെയ്യുന്നത് അല്ലെ? ആ കോണ് വലുതാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി ഞാൻ വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞുതരാം. ഇങ്ങനെ വരയ്ക്കുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, ഇപ്പം എന്താണ്? 4:10 എന്നുള്ളൊരു സമയമാണ് നിങ്ങൾ വിചാരിക്കുക. 4:10. ഓക്കെ, മണിക്കൂർ സൂചി 4ലേക്ക് വരച്ചു, 10 നേരെ ഈ എന്താണ് 2ലേക്കും കൂടി വരച്ചു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കൂ, 60 ഡിഗ്രി ഉണ്ട് അല്ലെ? ഇപ്പൊ 60 ഡിഗ്രി ഉണ്ട് അല്ലെ? ഇവിടെ ഒരു 30 ഉണ്ട്, ഇത്രയും ഒരു 30 ഉണ്ട്, പിന്നെ ഒരു 30 കൂടി ഉണ്ട്. 30 കൂടി എത്രയായി? 60 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ? ഇനി നോക്കൂ, ഈ 10 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ 4 ഇത് നോക്കണ്ട, വേറെ പറയാം. 4:30 നോക്കാം നമുക്ക്. 4:30 നോക്കാം. ഓക്കെ, 4:30 നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ 30 ഡിഗ്രി ആയി, ഇവിടെ 30 ഡിഗ്രി ആയി. അങ്ങനെ എത്രയായി? 60 ഡിഗ്രി. 4:30 എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സൂചി വരയ്ക്കുമ്പോൾ അവയ്ക്കിടയിൽ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ 4:30 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി വീതം താഴേക്കാണ് സഞ്ചരിക്കുന്നത് അല്ലെ? ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആ കോണളവ് കുറയുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ? പ്രത്യേകം മാറ്റം ശ്രദ്ധിച്ചോ? ഇവിടെ കോണളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ കോണളവാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ മൊത്തം ഉള്ളതാണ് എത്ര? 60. ഈ കോണളവാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് കോണളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? കോണളവ് കൂടുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വരയ്ക്കണം എന്ന് പറഞ്ഞത്. വരയ്ക്കാതെ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വരച്ച് നോക്കി തന്നെ കോണളവ് വലുതാവുകയാണോ ചെറുതാവുകയാണോ എന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ കൂട്ടാൻ പറ്റുമോ? 60 + 30ന്റെ പകുതി 15 വെച്ച് കൂട്ടി 75 എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഉത്തരം തെറ്റാണ്. നോക്ക് നിങ്ങൾ, ഇവിടുന്ന് കോണളവ് കുറയുകയാണ് ചെയ്തത്. അതായത് 60 - 15 എഴുതിയിട്ട് 45 ഡിഗ്രിയാണ് ഇവിടെ ഉത്തരം വരുന്നത്. വ്യത്യാസം മനസ്സിലായോ? ആ കോണളവ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, വ്യക്തമാണോ? വ്യക്തമാണോ? മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ, വ്യക്തമായിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ടൊരു സൂപ്പർ ട്രിക്കിലേക്കാണ് പോകുന്നത്. ഒരു സൂപ്പർ ട്രിക്ക് നിങ്ങൾക്ക് എക്സാമിന് ചില സമയങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ചെയ്തു പോലും നോക്കാതെ, അതായത് ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അത്തരത്തിലുള്ള കുറച്ച് സമയങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുള്ളൊരു സൂപ്പർ ട്രിക്ക് നിങ്ങൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. നിങ്ങൾ നോക്കിയേ, തന്നിരിക്കുന്ന സമയത്തിന്റെ അവർ പാർട്ടിന്റെ 4 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ട് എങ്കിൽ ഇവിടെ ഈ സമയം നോക്കിയേ, അവർ പാർട്ടിന്റെ 4 ഇരട്ടി അല്ലേ മിനിറ്റ് പാർട്ട്? 9 × 4 36 അല്ലേ മിനിറ്റ് പാർട്ട് വന്നിരിക്കുന്നത് അല്ലെ? 9 × 4 36. അങ്ങനെ 4 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ട് എങ്കിൽ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കോണ് അളവ് കണ്ടെത്താൻ വരയ്ക്കുകയോ ഇക്വേഷൻ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ആ കോണ് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? മിനിറ്റിന്റെ ഇരട്ടി എടുത്താൽ മതി. മനസ്സിലായോ? ഇപ്പോ അവർ പാർട്ടിന്റെ 4 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? കോണളവ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? മിനിറ്റിന്റെ ഇരട്ടി എടുക്കുക. നോക്കൂ, 36ന്റെ ഇരട്ടി എത്രയാ? 72 ഡിഗ്രി. ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ, 72 ഡിഗ്രി കിട്ടിയോ?
ഇവിടെ നോക്കൂ 8 32 8ന്റെ 4 ഇരട്ടി അല്ലേ 32 അല്ലേ 8 4 32 അല്ലേ ഓക്കെ അപ്പൊ എന്ത് ചെയ്യണം കോണളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 32ന്റെ ഇരട്ടി എടുക്കുക 64 ഡിഗ്രി 64 ഡിഗ്രി ഉത്തരം കിട്ടി ഓക്കെ അങ്ങനെയാണ് ഇത് വേഗം ചെയ്തേ 3 12 വേഗം ചെയ്തേ അത് കിട്ടും സന കൂടിയാലും കുറഞ്ഞാലും ഇക്വേഷൻ വെച്ചാൽ കറക്റ്റ് കിട്ടും റെക്കോർഡിംഗ് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് വരച്ച് ചെയ്യുന്ന ഒന്നും കൂടി നോക്കിയാൽ മതി അതാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇനി ഇക്വേഷൻ എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വരച്ച് നോക്കി ചെയ്യുന്നതാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഓക്കെ എന്താണ് 3 12 എത്രയാണ് 3 × 4 12 അല്ലേ 3 4 12 അപ്പം എത്രയാണ് കോണളവ് 12ന്റെ ഇരട്ടി 24 ഡിഗ്രി കിട്ടിയോ കിട്ടിയോ ഉത്തരം കിട്ടിയോ ഓക്കെ കിട്ടി കിട്ടി ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ കാര്യം മനസ്സിലായല്ലോ എന്താണ് അവർ പാർട്ടിന്റെ 4 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ട് വരുന്നതെങ്കിൽ കോൺ കണ്ടെത്താൻ എന്ത് ചെയ്യണം മിനിറ്റിന്റെ ഇരട്ടി എടുത്താൽ മതി ഓക്കെ കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിൾ വേഗം ഒന്ന് ഫില്ല് ചെയ്തേ ഈ ടേബിൾ ഒന്ന് വേഗം ഫില്ല് ചെയ്തേ വേഗം 1 4 ഓരോ സമയം നോക്കൂ 1ന്റെ 4 ഇരട്ടിയാണ് 4 1 4 എല്ലാം അങ്ങനെയല്ലേ നോക്കിയേ 8 4 32 7 4 28 4 4 16 5 4 20 10 4 40 11 4 44 6 4 24 12 4 48 അങ്ങനെയാണ് ആംഗിൾ പെട്ടെന്ന് ചെയ്തേ വെരി ഗുഡ് പെട്ടെന്ന് കമന്റ് ചെയ്ത് വേഗം ഓരോന്നോരോന്നായിട്ട് വേഗം കമന്റ് ചെയ്യൂ എല്ലാ ക്വസ്റ്റിനും നോക്കാം എങ്ങനെയാണ് 1 4 4 അല്ലെ 4 ഇരട്ടി അല്ലേ അപ്പൊ എന്ത് ചെയ്യണം 8 ഡിഗ്രി മിനിറ്റ് പാർട്ടിന്റെ ഇരട്ടി കണ്ടു 8 ഡിഗ്രി 8 32 8 4 32 64 ഡിഗ്രി 7 4 28 56 ഡിഗ്രി 4 4 16 32 ഡിഗ്രി 5 4 20 40 ഡിഗ്രി ഓക്കെ 10 4 40 80 ഡിഗ്രി 11 4 44 88 ഡിഗ്രി 6 4 24 48 ഡിഗ്രി 12 4 48 96 ഡിഗ്രി കിട്ടിയല്ലോ എത്ര 1 2 3 4 5 6 7 8 9 9 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ 1 മിനിറ്റ് പോലും എടുത്തിട്ടില്ല അല്ലേ ഈ ഒരു സൂപ്പർ ട്രിക്ക് അറിയെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഓക്കെ എല്ലാവർക്കും കിട്ടിയല്ലോ കിട്ടുന്നുണ്ടല്ലോ ഓക്കെ വെരി ഗുഡ് എല്ലാ ഉത്തരം കിട്ടുന്നുണ്ട് ഓക്കെ വെരി ഗുഡ് ഓക്കെ വെരി ഗുഡ് എല്ലാവർക്കും കിട്ടി ഓക്കെ വെരി ഗുഡ് ഓക്കെ അങ്ങനെ ഇതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള സൂപ്പർ ട്രിക്കും കൂടിയുണ്ട് അതും കൂടി നമുക്ക് വേഗം നോക്കാം എന്താണ് അവർ പാർട്ടിന്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ടെങ്കിൽ അവർ പാർട്ടിന്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ മിനിറ്റ് പാർട്ടിന്റെ പകുതി എടുത്താൽ മതി മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി നിങ്ങൾ നോക്കിയേ അവറിന്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ടെങ്കിൽ നോക്ക് 7 35 7 5 35 അല്ലെ 7 5 35 അങ്ങനെയാണെങ്കിൽ കോണളവ് എങ്ങനെ കണ്ടെത്താം 35ന്റെ നേരെ പകുതി അങ്ങ് എടുക്കുക എത്ര കിട്ടി 17.5 ഡിഗ്രി കിട്ടിയോ 17.5 ഡിഗ്രി ആണ് 7 35ന്റെ കോണളവ് 3 15 നോക്കിയേ 3 5 15 15ന്റെ വേഗം പകുതി എടുത്തേ എത്രയാണ് 7.5 ഡിഗ്രി കിട്ടിയില്ലേ മനസ്സിലായോ മിനിറ്റിന്റെ നേരെ പകുതി എടുത്താൽ മതി മനസ്സിലായോ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം ഈ ടേബിളും കൂടി വേഗം കംപ്ലീറ്റ് ചെയ്യൂ ഈ ടേബിളും കൂടി വേഗം കംപ്ലീറ്റ് ചെയ്തേ ഓക്കെ വെരി ഗുഡ് വേഗം കംപ്ലീറ്റ് ചെയ്യൂ ഈ ടേബിള് കിട്ടിയോ നോക്കാം നമുക്ക് 1 5 1ന്റെ 5 ഇരട്ടിയാണ് അല്ലെ 1 5 5 5ന്റെ ആണ് എത്ര ആംഗിൾ വരിക 2.5 ഡിഗ്രി ഓരോ സമയം നോക്കിയേ 2 5 10 4 5 20 5 5 25 6 5 30 8 5 40 9 5 45 15 50 അല്ലെ എല്ലാ സമയത്തിലും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അതായത് അവർ പാർട്ടിന്റെ 5 ഇരട്ടിയാണ് മിനിറ്റ് പാർട്ട് 5ന്റെ പകുതി എത്രയാണ് 2.5 10ന്റെ 5 20ന്റെ 4 20 വരുമ്പോ എത്രയാണ് 10 5 25 12.5 6 30 എത്രയാണ് 15 ഡിഗ്രി 8 40 എത്ര കിട്ടി 20 ഡിഗ്രി 9 45 എത്ര കിട്ടി 22.5 ഡിഗ്രി 10 50 എത്ര കിട്ടി 25 ഡിഗ്രി എത്ര എണ്ണം കിട്ടി 1 2 3 4 5 6 7 8 എട്ടെണ്ണം ചെയ്ത് നമ്മൾ 8 സെക്കൻഡ് എടുത്തോ 8 സെക്കൻഡ് എടുത്തോ സമയം ഇല്ല അപ്പൊ അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ഓക്കെ
ഉത്തരം കിട്ടിയോ? ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടിയോ? ഓക്കെ, എല്ലാവരുടെ ഉത്തരവും കാണുന്നുണ്ട്. ഓക്കെ, കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ക്ലോക്കിന്റെ പാർട്ട് 1-ൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ആംഗിൾ കണ്ടെത്തുന്നതാണ് പ്രധാനമായും പഠിച്ചത്. പിന്നെ പ്രതിബിംബത്തിന്റെ കാര്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജലത്തിലെ പ്രതിബിംബവും പഠിച്ചു, കണ്ണാടിയിലെ പ്രതിബിംബവും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ ടൈം തന്നിട്ട് ആംഗിൾ കണ്ടെത്തുന്നതും പഠിച്ചു. ഇനി നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത്, അടുത്ത ക്ലാസ് ചെയ്യുമ്പോൾ എന്താണ്, ആംഗിൾ തന്നിട്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള രീതികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സൂപ്പർ ട്രിക്കോടെ ഞാൻ പറയുന്നു, വളരെ ഗംഭീരമായിട്ടുള്ള സൂപ്പർ ട്രിക്കിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് പിന്നെ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്, അല്ലെ? ഇനി അതൊന്നും ആവശ്യമില്ല, ഒരൊറ്റ സൂപ്പർ ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളായിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേഗം ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു ലൈവ് ടെസ്റ്റ് ആണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ. അതിന്റെ ഉത്തരങ്ങൾ വേഗം ചെയ്തിട്ട് കമന്റ് ചെയ്തേ. 1 മിനിറ്റ് ആണ് സമയം, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പീഡ് നമുക്ക് കൂട്ടിയെടുക്കണം. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, ആ പോവല്ലേ, നിങ്ങൾ വേഗം ഇത് പിന്നെ ലൈവ് ടെസ്റ്റും കൂടി വേഗം ചെയ്യൂ. ലൈവ് ടെസ്റ്റ് വേഗം ചെയ്യൂ. വേഗം കമന്റ് ചെയ്തേ, സമയമാവുന്നു. ഓക്കെ, വേഗം വേഗം കമന്റ് ചെയ്യൂ. ഓക്കെ, ഉത്തരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നോക്കാം ഏതൊക്കെയാ ഉത്തരം. ക്ലോക്കിലെ സമയം 7:10 ആണെങ്കിൽ ആദ്യത്തെ ഉത്തരം ഏതാണ്? എ ആണ് ഉത്തരം. എ ആണ് ഉത്തരം. എ കിട്ടിയോ? എ കിട്ടിയോ? ഓക്കെ, രണ്ടാമത്തെ ഉത്തരം 10:50 ആണ്. ബി ആണ് ഉത്തരം. ഓക്കെ, മൂന്നാമത്തെ ഏതാണ്? ഡി ആണ് ഉത്തരം. ഓക്കെ ഓക്കെ, നാലാമത്തതോ സി ആണ് ഉത്തരം. കിട്ടിയോ? 4 ഉത്തരവും കിട്ടിയോ? അത് തന്നെ, എ ബി ഡി സി ആണ് ഉത്തരം. അതെ, എ ബി ഡി സി ആണ് ഉത്തരം. കിട്ടിയോ? ഈ 4 ഉത്തരവും കിട്ടിയവരൊക്കെ തംസപ്പ് ചെയ്തേ, തംസപ്പ് കാണിച്ചേ. 4 ഉത്തരവും കൃത്യമായി കിട്ടിയവര് തംസപ്പ് കാണിക്കൂ. വെരി ഗുഡ് വെരി ഗുഡ്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കാം, എ ബി ഡി സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ലൈവ് ടെസ്റ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അടുത്ത പാർട്ട് 2-ലാണ് പഠിക്കുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ, ഒരുപാട് 15ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട 15ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ആ PDF-ൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. മാർക്ക് ചെയ്തു എന്ന് വെച്ച് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ നിർബന്ധമായും ചെയ്തു നോക്കുക. നമ്മൾ കൃത്യമായിട്ട് നല്ല പ്രാക്ടീസ് ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ഓക്കെ, മനസ്സിലായല്ലോ? 15 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അത് ചെയ്തു നോക്കുക.
ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇത്ര മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ക്ലാസ് മനസ്സിലായോ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും നേരിടുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നേ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്കതും പിന്നെ മാറ്റിക്കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് മുന്നോട്ട് പോകാം. എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും നേരിടുന്നതേ പറയണം. ഓക്കെ, ഓക്കെ ആണോ? ക്ലാസ് ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത്രമാത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും കമന്റ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ സൂര്യ, ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ഏജ് പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ആ ഒരു ക്ലാസ് ആണ് ചെയ്തത്. അപ്പോൾ അത് ഒന്ന് നോക്കുക കേട്ടോ. അത് കണ്ടിട്ടുണ്ടാവില്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ. മുൻപത്തെ ക്ലാസ് കാണാൻ കഴിയാതിരുന്നത് റെക്കോർഡിങ്സ് എടുത്ത് കേൾക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ, പറഞ്ഞുതരാം. റെക്കോർഡിങ്സ് കണ്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഇന്നത്തെ ഓക്കെ ഓക്കെ. എല്ലാവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു, ബൈ.